ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല. നമ്മളിപ്പോൾ എല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചൊരു ദുരന്തം. ഉരുൾപൊട്ടലിൽ ഒരുപാട് പേര് മരിച്ചു, ഒരുപാട് ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനിടയിൽ പോലും ചില ആൾക്കാർ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില കൃമികളെന്ന് പറയാം, അങ്ങനെയുള്ള ആൾക്കാർ മോഷണ ശ്രമം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. നിങ്ങൾക്കൊക്കെ ഈ ഒരു ഡെഡ് ബോഡീൻ്റെ സ്വർണവും പണവും വീട്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് ഗുണം പിടിക്കാനാണ് മനുഷ്യന്മാരെ? നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. ഇത് JCB കിട്ട് നിരത്തിയ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരോട് ചോദിക്കും? സ്വർണ്ണം അതുപോലെ 10-60 പവൻ്റെ സ്വർണ്ണം അതിൻ്റെ മുകളിൽ കൂടുതലുണ്ടാവുള്ളൂ. അതുപോലെ 6-7 ലക്ഷം രൂപ ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു, അതും ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും കാണാനില്ല. വേറെ നമ്മളെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ എന്താ പറയുക, രേഖകളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, മൊത്തം എന്താ ചെയ്തതെന്ന് അറിയാം. ഇപ്പോൾ ഇവർ റെസ്ക്യൂ ടീം പറഞ്ഞത് ഇവിടെ ചെയ്ത സമയത്ത് ആർക്കൊക്കെയോ ഇവിടെ അടുത്തുള്ള ആർക്കൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞത്. നമുക്കൊന്നും ആരും തന്നിട്ടില്ല. എന്തെങ്കിലും തരിക. കാരണം ഞങ്ങൾ 1 രൂപ എന്താ പറയുക, മറുതുണിക്ക് ഒരു തുണി ഇല്ലാത്ത രീതിയിലാണ് ഇവിടുന്ന് പോയത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ഒരു ഇതില്ല. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഒരു പിടുത്തല്ല. ഓക്കെ, ഇതുപോലെയാണ് പലരുടെയും സങ്കടം. ഇത് വിപിൻ്റെ സങ്കടമാണ്. അപ്പോൾ ഇതൊരു മനുഷ്യന്റെ വിലാപമാണ്. ഒരു മനുഷ്യന്റെ ജീവിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇനി എന്ത് ചെയ്യുന്നു അറിയാതെ നിൽക്കുമ്പോൾ ഒരു അവസ്ഥ, ആ അവസ്ഥ നമുക്ക് വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ചില ആൾക്കാർ അതിൻ്റെ അടിയിൽ പോയിട്ട് കമൻ്റ് ഇടുന്ന കണ്ടു, നിങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യമല്ലേ, അതിനോട് ദൈവത്തോട് നന്ദി പറയാനൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, ജീവൻ തിരിച്ചു കിട്ടിയത് ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം അവസാനിച്ച് 1 മാസം അല്ലെങ്കിൽ 2 മാസം, മാക്സിമം പോയ 6 മാസം വരെ ഗവൺമെൻറ് ഇവരെ നോക്കുമായിരിക്കും. പക്ഷേ അതിനുശേഷം ആ മനുഷ്യൻ എന്ത് ചെയ്യും? പുള്ളിക്കാരൻ ഒരായുസിൻ്റെ അധ്വാനമായിരിക്കും. ആ പൈസയും ആ സ്വർണവും അതുപോലെ ഏലം വിറ്റ് കിട്ടിയ കാശാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് രേഖകളും ഡോക്യുമെന്റ്സ്, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഇതുപോലെ ഇത് ഒരു വ്യക്തി മാത്രമാണ് ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടില്ല. ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ ഈ ജീവൻ ബാക്കിയായ മനുഷ്യന്മാരുണ്ട്. ഇവരിനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും? അപ്പം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് പോലും ചില ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിന് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എന്താ നൈസായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ദയവ് ചെയ്ത് ആരെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് ആൾക്കാരുടെ ഒരായുസിൻ്റെ അധ്വാനമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല ആ ഒരു സംഭവം വെച്ചിട്ട്. ഞാനിപ്പോൾ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇപ്പം മണ്ണിൻ്റെ അടിയിൽ നിന്നായാലും കെട്ടിടങ്ങളൊക്കെ തകർന്നു വീണിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നിന്നൊക്കെ മണ്ണുമാന്തി വെച്ചിട്ട് യന്ത്രങ്ങൾ വെച്ചിട്ട് ബോഡി നമ്മൾ തപ്പി എടുക്കും. ഇപ്പോൾ ലേഡീസിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരുപാട് ഗോൾഡ്, അതുപോലെയുള്ള കുട്ടികളുടെ ആണെങ്കിലും ഓർണമെന്റ്സ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആരാണ് കൊണ്ടുപോകുന്നത്? ഇതൊക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു അത് അവർക്ക് കൊടുത്തു ഇവർക്ക് കൊടുക്കും എന്നൊക്കെ. പക്ഷെ ബന്ധപ്പെട്ട ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അത് അർഹമായ കൈകളിലേക്ക് തന്നെ എത്തേണ്ടതാണ്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത് വെറും ചെറ്റത്തരാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.